ഇത് നമ്മുടെ ഇബ്രാഹിമിൻ്റെ തട്ടുകട നിതാക്കാത്ത്. ജീവിത പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡവും പേറി കടല് കടന്ന് മണലാരണ്യത്തിൽ ചോരും നീരും ഒഴുക്കി കുടുംബം പോറ്റിനടിയിൽ പെട്ടെന്ന് നാട്ടിൽ പോയി കെട്ടിയക്കും കുട്ടിയക്കും കൊടുക്കാൻ അറബി കൊടുത്തയച്ച അലാഖിൻ്റെ പെട്ടി. നിതാക്കാത്തിലെ കൊതിയൂറും വിഭവങ്ങളുടെ രുചിപ്പെരുമ ഈ നാട്ടിൽ പാട്ടാണ്. രാഷ്ട്രീയവും പന്തളിയും പിന്നെ മൊഞ്ചന്മാരുടെ മൊഹബത്തിൻ്റെ കിസ്സകളൊക്കെ ആയിട്ട് ഇവിടെ കൂടുന്നവർക്ക് ഇബ്രാഹിം ഉണ്ടാക്കി വെക്കണ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, സുലൈമാനി. നല്ല ഒന്നാന്തരം മലപ്പുറം സുലൈമാനി. ഓരോ മലപ്പുറം സുലൈമാനിയിലും ഒത്തിരി നന്മയുണ്ട്. അത് കുടിക്കുമ്പോൾ പതുക്കെ പതുക്കങ്ങളെ കൽബും ഈ മണ്ണോട് ചേരും. നാ കുടിച്ചു കഴിഞ്ഞെങ്കിൽ കയറിക്കോളി. ദുബായ് ഷാജിയും കുട്ടികളും സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. സുലൈമാനി കുടിച്ചു കഴിഞ്ഞെങ്കിൽ വലതുകാലി വെച്ചിങ്ങോട്ട് കയറിക്കോളി. ഒപ്പം ഷാജിയും മക്കളുണ്ടാവും. എന്തിനും അതല്ല, എടി കയറി പൗള് കളിക്കാനാണ് എൻ്റെ ഒക്കെ വരവെങ്കിൽ ആനക്ക് നമ്മളൊരു കാട് തരും, നല്ല ചുമന്ന കാട്. പിന്നെ ഒറ്റ സീസണിലും ഈ കളത്തിൽ ജറങ്ങൂല ഒരിക്കലും. കളങ്കമായ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്ന ഓരോരുത്തർക്കുള്ള താക്കീതാണിത്. കാരണം ഇത് സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിറഞ്ഞു തുളുമ്പണ നാട്. കൽബ് ചോദിച്ചാല് ചങ്കും കൂടെ പറിച്ചേരുന്ന ചെങ്ങായിമാരുടെ നാട്. മണ്ണിൽ പണിയെടുത്തും കഠിനാധ്വാനം ചെയ്തും സ്വന്തം മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ മട്ടുപ്പായിലെത്തിച്ച വെള്ളിപ്പാരുടെ നാട്. ആ വല്യപ്പാന്റെ പേരക്കുട്ടിയാള് പരീക്ഷ എഴുതി A+ വാങ്ങിയത് കോപ്പി അടിച്ചിട്ടല്ല, അന്തസ്സോടെ പഠിച്ചിട്ടാ. അതുകൊണ്ട് തന്നെ പഠിപ്പിൽ മാത്രമല്ല, സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സഹിഷ്ണുതയിലുമൊക്കെ A+ തന്നെയാണ് ഇന്നാട്ടുകാർക്ക്. പെരുന്നാൾ ടൂറിൻ്റെ പ്ലാനിങ് പാളിയപ്പോൾ ഹാലിളകിയ മാനുപ്പാനോട് നമ്മളെ ഉണ്ണി പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? മലപ്പുറത്ത് അങ്ങോട്ടൊന്നും പെരുന്നാൾക്ക് ടൂർ പോകില്ല, ഇങ്ങളൊക്കെ പെരേന്ന് പള്ള നിറച്ച് കോഴി ബിരിയാണി തിന്ന് തെക്കത്തോളത്ത് പോയി ഒരു ചാടിക്കുളുണ്ട്. അതിൻ്റെ രസി 3-6 കൊടക്കണ്ണിന് കിട്ടുമോ? എന്നിട്ടും സബൂറാവാൻ കൂട്ടാക്കാത്ത മാനുപ്പാൻ്റെ സങ്കടം മാറ്റാൻ ഓല് പോയത് നമ്മളെ കൊടികുത്തി മലയ്ക്ക്.
അല്ലെങ്കിലും നമ്മളെ നാടിൻ്റെ മൊഞ്ചൊന്നും നമ്മൾ കാണൂല. എന്നിട്ട് പറയും മൂന്നാറാണ് കൊടൈക്കനാലാണ് രസം. ഇതേപോലെ മൊഞ്ചുള്ള നാട് വേറെ ഏതാ ഉണ്ടാവുക? അല്ലേ ഷാജിക്ക? ഇതേപോലെ മൊഞ്ചുള്ള നാട് വേറെ ഉണ്ടാവും. പക്ഷേ കൽബിലൂടെ മൊഞ്ചുള്ള നാട് അത് നമ്മളെ നാട് തന്നെ ഉണ്ടാവുള്ളൂ. അകക്കണ്ണോണ്ടാ ഈ നാടിൻ്റെ കൽബിൻ്റെ മൊഞ്ച് കാണാനാവും. അതുകൊണ്ടാ ചിലർക്കത് കാണാൻ പറ്റാത്തത്. മറ്റ് ചിലർക്ക് അസൂയാണ്. അതുകൊണ്ടാണല്ലോ ഈ മൊഞ്ചിൽ കരിവാരിത്തേക്കാൻ ഇങ്ങോട്ട് വണ്ടി കയറണത്. അതും ബീഫ് എന്നൊക്കെ പറഞ്ഞ്. തോട്ടുമക്കാനിന്ന് കരീം ഖാൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈയും പൊറാട്ടയും പള്ള നിറച്ച് തിന്നുകഴിഞ്ഞാൽ തോട്ടുമക്കാനി പാലത്തും ഒരു എത്തുണ്ട് നമ്മളെ ചങ്ങായിമാർക്ക്. നമ്മുടെ നാട്ടിൽ ബീഫ് നിരോധിക്കണം പറഞ്ഞവരാരും മനസ്സറിഞ്ഞ് പറഞ്ഞതാവില്ലല്ലേ? ഏയ് പല്ലിൻ്റെ ഇടയിൽ കൂടിങ്ങിട്ട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ബീഫ് രാഷ്ട്രീയം, കന്നിൻ്റെ ചോരയ്ക്ക് പകരം മനുഷ്യൻ്റെ ചോര. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിലും ചോര വീണ് കാണാഞ്ഞിട്ട് ഇരിക്കപ്പുറത്തില്ലാത്ത കൂട്ടരുണ്ട്. ആ വിത്തൊന്നും നമ്മുടെ നാട്ടിൽ മുളക്കണില്ലല്ലോ. നമ്മളെ നാട്ടിൽ ഈ വിത്തൊന്നും മുളയ്ക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയോ നിങ്ങൾക്ക്? മുമ്പ് ഒരുപാട് ചോര വീണ മണ്ണാണിത്. നമ്മുടെയൊക്കെ വല്ലിപ്പന്മാരുടെ ചോര. വെള്ളക്കാരോട് അംഗം വെട്ടിയും ചോര ചിന്തിയും ജീവൻ പണയം വെച്ചും ഓല് നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ന 3 അക്ഷരത്തിൻ്റെ വില മുളയ്ക്കാൻ നന്നായി ഈ മണ്ണിനറിയാം. അതുകൊണ്ട് വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും വിത്തുകൾ ഈ മണ്ണ് ഒരിക്കലും മുളപ്പിക്കൂല. കൂട്ടത്തിലിരിക്കുമ്പോൾ കുറച്ച് ഇൽമ് പറഞ്ഞുകൊടുത്തവനെ മക്കാറാക്കും. എന്നാലും ഒരു പൊതു പ്രശ്നം വന്നാൽ ഓല കൽബൊന്ന. അവിടെ ഒൽക്ക് ജാതിയോ മതോ കൊടീൻ്റെ കളറോ ഒന്നുമില്ല. പക്ഷേ കൽബിൻ്റെ കൽബായ ചങ്ങായി ഓൻ്റെ ഏറ്റവും വലിയ ശത്രുവാണൊരു സമയമുണ്ട്. എതിരെ വരുന്ന ചങ്ങായിനെ മറിച്ചിട്ടാൽ പിന്നെ വേൾഡ് കപ്പ് കിട്ടിയത് റാത്താണ്. പക്ഷേ അതൊക്കെ കളിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ചങ്ങായിമാർ ഓലന്നെയാണ്. അങ്ങനെ എൻ്റെ പരോള് തീർന്നു. നാളെ മുതൽ വീണ്ടും പ്രവാസം. ലീവിന് വന്നപ്പം തൊട്ട് ഈ ചങ്ങായിമാരെപ്പോൾ അതിന് ഷാജിക്ക. മൂപ്പര് മാത്രമല്ല, നാട്ടിലെ പ്രവാസികളൊക്കെ അങ്ങനെയാണ്. നീണ്ട പ്രവാസത്തിൻ്റെ ചെറിയൊരു ഇടവേളക്ക് നാട്ടിൽ വരുമ്പോൾ പണ്ട് നഷ്ടപ്പെട്ടു പോയ ആ നല്ല കാലങ്ങൾ അയവറക്കാൻ ഓല് കൂട്ടുകൂടുക ഇവിടുത്തെ തലമുറക്കാരോടാണ്. എല്ലാ ആദരവും ബഹുമാനമൊക്കെ നൽകി ഓലപ്പം പങ്കുചേരും. കാരണം ഓലാണല്ലോ ഈ നാടിൻ്റെ നട്ടല്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൗഹൃദങ്ങളും. പറയാനാണെങ്കിൽ ഇനിയുണ്ട് കുറേ.
ചെറിയരുന്നാളല്ല ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത വലിയൊരുന്നാൾക്ക് ഇങ്ങോട്ട് പോരി. അന്ന് സുലൈമാനി മാത്രല്ല, നല്ല പോത്തിറച്ചി വരട്ടിയതും തേങ്ങാച്ചോറും നമ്മൾ റെഡിയാക്കി വെക്കണ്ട്. ഏത്